വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് വിഷ്ണുവിനെ ചോദ്യം ചെയ്യുന്ന രാഘവൻ നായരെയാണ്. രാഘവൻ നായർ ചോദിക്കുകയാണ്, നീ ഒന്നും പറയണ്ട, ആ റബ്ബർ എസ്റ്റേറ്റ് മാനേജരെ കണ്ടുപിടിക്കാൻ നിനക്കായോ? ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് വിഷ്ണു. അന്നേരം സുസ്മിത പറയുകയാണ്, വിഷ്ണു ഏട്ടന് മനസ്സിലായില്ലേ, അന്ന് ശാരദാമ്മയുടെ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയ ആൾ പറഞ്ഞത് ഈ വീട്ടിലെ പ്രധാന ജോലിക്കാരൻ എന്നാണ്. ഫാമാൻറ്റി പറഞ്ഞിട്ട് അന്നേ അവനെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ നടന്ന വല്ലതും ഉണ്ടാകുമായിരുന്നു എന്നാണ് രാജേശ്വരി ആൻറ്റി വരെ ചോദിക്കുന്നത്. അല്ല അച്ഛാ, അത് ഞാൻ എന്നൊക്കെ വിഷ്ണു പറയാൻ തുടങ്ങുമ്പോൾ രാജേശ്വരി പറയുകയാണ്, വിഷമിക്കണ്ട, വിഷ്ണുവിന് അറിയില്ലെങ്കിലും അതാരാണെന്ന് എനിക്കൊരു ഊഹമുണ്ട്. ഞാൻ അവനെ അന്ന് അവിടെ വെച്ച് നേരിട്ട് കണ്ടതല്ലേ? രാഘവൻ നായർ ചോദിക്കുകയാണ്, എങ്കിൽ പിന്നെ അതാരാണെന്ന് പറയണം രാജേശ്വരി. ഇവിടെ ഇനി ഈ വിഷയത്തിലൊരു താല്പര്യമെടുക്കാൻ ഞാൻ മാത്രം മതി, ഫാമ വേണമെന്നില്ല. വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് രാജേശ്വരി പറയുകയാണ്, അറിയാം രാഘവൻ സാറേ എനിക്ക്, പക്ഷേ തൽക്കാലം അതവിടെ നിൽക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഏതായാലും ശാലിനിയുടെ കുടുംബത്തോട് അവൻ ചെയ്ത ദ്രോഹങ്ങളൊന്നും എന്റെ പ്രശ്നങ്ങളല്ല. പക്ഷേ ഇപ്പോൾ അവൻ കൈവച്ചത് ഈ രാജേശ്വരിയുടെ അനിയന്റെ ദേഹത്താണ്. ഒപ്പം കെട്ടുകഴിഞ്ഞാൽ രാജേശ്വരിയുടെ കുടുംബത്തിന്റെ ഭാഗം തന്നെയാണ് ശാരദയുടെ കുടുംബവും. അതുകൊണ്ട് അവന്റെ ഒരു നിഴല് പോലും വീഴാൻ പാടില്ല അങ്ങോട്ട്. വാക്ക് തരണം, ഞങ്ങളെ രക്ഷിക്കാമെന്ന് എന്ന് രാഘവൻ നായരോട് പറയുകയാണ് രാജേശ്വരി. ഇത് കേട്ട് സുസ്മിത പറയുകയാണ്, അതിനൊക്കെയുള്ള ഏർപ്പാട് അങ്കിള് ചെയ്യും ചേച്ചി, വാക്ക് തന്നെ. ഏതായാലും ഇതൊക്കെ ചെയ്തവൻ ഒരു ഞരമ്പ് രോഗിയാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അത് കേട്ട് സുസ്മിതയെന്ന് സൂക്ഷിച്ചു നോക്കുകയാണ് വിഷ്ണു. അല്ലാതെ ഇന്നത്തെ കാലത്ത് കല്യാണം മുടക്കാനൊക്കെ നടക്കുമോ മാനമുള്ളവർ? കഷ്ടം തന്നെ, വൃത്തികെട്ടവന്മാർ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണ് വിഷ്ണുവിനെ സുസ്മിത. രാഘവൻ നായർ വിഷ്ണുവിനോട് പറയുകയാണ്, വിഷ്ണു കേട്ടല്ലോ, രാജേശ്വരി ഇപ്പോൾ ഇവിടെ വന്നത് നമ്മുടെ ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടാണ്. ബാലചന്ദ്രന്റെയും ശാലിനിയുടെയും വിവാഹത്തിന് ഇനിയൊരു തടസ്സമുണ്ടാകാൻ പാടില്ല. പുറത്തുനിന്ന് ആരുടെയും ശല്യമില്ലാതെ മംഗളകരമായി ആ കർമ്മം നടന്നു കിട്ടാൻ നമ്മളുടെ സഹായ സഹകരണങ്ങൾ അവർക്കുണ്ടാകണം. നീ വേണം മുന്നിൽ നിന്ന് ആ കല്യാണം നടത്തിക്കൊടുക്കാൻ. അത് കേട്ടൊന്ന് ഞെട്ടിത്തരികയാണ് വിഷ്ണു. ദേഷ്യത്തോടുകൂടി വിഷ്ണു രാജേശ്വരിയെ നോക്കുമ്പോൾ ചിരിക്കുകയാണ് രാജേശ്വരി. രാഘവൻ നായർ ചോദിക്കുകയാണ്, രാജേശ്വരി വന്ന കാര്യം നടക്കുമെന്ന് ഉറപ്പിച്ചല്ലോ? ഭാമ പുറത്തേക്ക് പോയിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വാക്ക് പറയുന്നത്. അത് സത്യഭാമ പറഞ്ഞതായിട്ട് തന്നെ കൂട്ടാം നിങ്ങൾക്ക്. ഈ പടിക്കൽ വന്ന് സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ള ആരെയും വെറും കൈയോടെ മടക്കി അയച്ചിട്ടില്ല ഞങ്ങൾ ഇതുവരെയും. എഴുന്നേറ്റ് രാജേശ്വരി വിഷ്ണുവിനോട് ചോദിക്കുകയാണ്, അപ്പോ എന്തു പറയുന്നു? അച്ഛന്റെ വാക്കുകൾ ഉറപ്പിക്കാമല്ലോ അല്ലേ വിഷ്ണു? ഉറപ്പിക്കാം, രാജേശ്വരി ധൈര്യമായിട്ട് പൊയ്ക്കോളൂ എന്ന് പറയുകയാണ് രാഘവൻ നായർ. വിഷ്ണു ഞങ്ങളുടെ മകനാണെങ്കിൽ അത് ചെയ്തിരിക്കും. തൊഴുത് രാജേശ്വരി പറയുകയാണ്, വളരെ നന്ദിയുണ്ട് രാഘവൻ സാറേ, അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇറങ്ങാൻ നേരം രാജേശ്വരി പറയുകയാണ്, വിഷ്ണു മോൻ ഒന്ന് വരുമോ, ചെറിയൊരു കാര്യം പറയാനുണ്ട്. വിഷ്ണു രാജേശ്വരിയോടൊപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് ശ്രദ്ധിക്കുകയാണ് സുസ്മിത. രാജേശ്വരി വിഷ്ണുവിനോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട്, സംഗതി ഇഷ്ടപ്പെട്ടില്ലേ? അച്ഛന്റെ മുമ്പിൽ നിന്നങ്ങനെ ഉരുകുന്നത് കണ്ടല്ലോ. പക്ഷേ ഇതൊന്നും ഒന്നുമല്ലാന്ന് നീ ചെവിയിൽ നുള്ളിക്കോ. എനിക്ക് വേണമെങ്കിൽ നിന്റെ അച്ഛന്റെ മുമ്പിലിട്ട് നിന്നെ വലിച്ചു കീറി ചുവരിൽ പതിപ്പിക്കാം. ഞാനത് ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയാമോ? നിന്റെ അനിയൻ ബാലചന്ദ്രൻ നിന്റെ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് കണ്ട് ഒരു കാവൽപ്പട്ടിയെ പോലെ നീ അവിടെ ഉണ്ടാകണം എന്നാഗ്രഹിച്ചിട്ട് മാത്രമാണ്. ഇന്ന് നീ കൈവച്ച അവന് വെഞ്ചാമരം വീശാനും വേണ്ടി വന്നാൽ മണിയറ ഒരുക്കാനും നീ ഉണ്ടാകണം. ഒടുവിൽ സദ്യ കഴിഞ്ഞ് മിച്ചം വന്നതിൽ നിന്നും ഒരു ഇലച്ചോറ് തന്ന് നിന്നെ സൽക്കരിക്കും. ഒപ്പം കാവൽ കൂലിയായിട്ട് നക്കാപ്പിച്ച കാശും. രാജേശ്വരി പറയുന്നതെല്ലാം സഹിച്ച് ഒരൊറ്റ അക്ഷരം മിണ്ടാതെ നിൽക്കുകയാണ് വിഷ്ണു. ഇതെല്ലാം പുറകിൽ നിന്നും ശ്രദ്ധിച്ച് കേൾക്കുകയാണ് സുസ്മിത. രാജേശ്വരി പറയുകയാണ്, പണ്ടൊരിക്കൽ നീ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയില്ലേ? ശാരദാമ്മയുടെയും മക്കളുടെയും മേല് ഞങ്ങളുടെ ആരുടെയും നിഴല് പോലും വീഴാൻ പാടില്ല എന്നും പറഞ്ഞ്. അതിന്റെ മറുപടിയാണ് ഇനി അവിടെ നടക്കാൻ പോകുന്നത്. വെറും നിഴല് വീഴ്ത്തൽ മാത്രമല്ല, കുടുംബശ്രീയുടെ നടുക്കളത്തിൽ പായ വിരിച്ച് കിടക്കാൻ പോവുകയാണ് എന്റെ അനിയൻ ബാലചന്ദ്രൻ. ഇത് കഴിഞ്ഞാൽ ശാരദയുടെയും 3 പെൺമക്കളുടെയും ജീവിതം പൂക്കുറ്റി പോലെ ചിതറുന്നത് നിനക്ക് കാണാം. വിഷ്ണുവിനെ തന്റെ നേരെ പിടിച്ചു നിർത്തി കൈ ചൂണ്ടി രാജേശ്വരി പറയുകയാണ്, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നീ ചെയ്ത് കാണിക്ക്, ഞാൻ വെയിറ്റിംഗ് ആണ്, കാണാം നമുക്ക് എന്ന് പറഞ്ഞു പോവുകയാണ് രാജേശ്വരി. പിന്നീട് കാണിക്കുന്നത് അർജുന്റെ വീടാണ്. അർജുൻ പുറത്തു നിന്നും വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ മൊബൈലൊക്കെ നോക്കിയിരിക്കുകയാണ് ചിത്ര. ചിത്രയുടെ അടുത്തേക്ക് വന്നിരുന്ന ശേഷം പതിയെ അർജുൻ ചോദിക്കുകയാണ്, നീ എപ്പോൾ കോളേജിൽ നിന്നും വന്നോ? 1 മണിക്കൂറായെന്ന് ചിത്ര പറയുമ്പോൾ വീണ്ടും അർജുൻ ചോദിക്കുകയാണ്, ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതിന് ഞാൻ ഏത് കോഴ്സിനാണ് പഠിക്കുന്നതെന്ന് ഏട്ടനറിയാമോ? അതൊക്കെ എനിക്കറിയാമെന്ന് ചിരിച്ചുകൊണ്ട് അർജുൻ പറയുമ്പോൾ ചിത്ര പറയുകയാണ്, എങ്കിൽ പിന്നെ ക്ലാസ് ഒക്കെ പഴയതുപോലെ തന്നെയാണ്. അതിനുശേഷം കൊണ്ടുവന്ന കവർ എടുത്ത് മേശപ്പുറത്തേക്ക് വച്ച ശേഷം ചിത്രയോട് അർജുൻ പറയുകയാണ്, നീ ഇത് കണ്ടോ, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്?
എന്തായതെന്ന് ചിത്ര ചോദിക്കുമ്പോൾ അർജുൻ പറയുകയാണ്, തുറന്നു നോക്ക്. കവർ തുറന്നു നോക്കിയതിന് ശേഷം ഹായ് ചുരിദാർ എന്ന് പറഞ്ഞ് അത് വച്ച് നോക്കുകയാണ് ചിത്ര. ചിത്ര പറയുകയാണ്, കൊള്ളാമല്ലോ, നല്ല കളറ്, ഇതിന് നല്ല വിലയായിട്ടുണ്ടാകും അല്ലേ ഏട്ടാ? ഓ അതൊന്നും സാരമില്ല, നിനക്ക് വേണ്ടിയല്ലേ, ഞാൻ വിലയൊന്നും നോക്കിയില്ല. നീ അതൊന്ന് ഇട്ട് നോക്ക്, എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. അർജുന്റെ പ്രകടനങ്ങളൊക്കെ കണ്ട് ചിത്ര ചോദിക്കുകയാണ്, സത്യം പറയ്, എന്നെ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടോ ഏട്ടന്? എന്ത് കാര്യസാധ്യമെന്ന് കൈമലർത്തുകയാണ് വിഷ്ണു. ചിത്ര ചോദിക്കുകയാണ്, അല്ല, ഓണത്തിന് പോലും ഒരു കോടി എടുത്ത് തരാത്ത ആളാണ്, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ചിത്രയുടെ അടുത്തേക്ക് ചെന്ന് അർജുൻ പറയുകയാണ്, എന്ന് പറഞ്ഞാൽ നീ എനിക്കൊരു കാര്യം സാധിച്ചു തരണം, ഇതൊരു ജീവൻ മരണ പ്രശ്നമാണ്. ആദ്യം കാര്യം എന്താണെന്ന് കേൾക്കട്ടെ. അർജുൻ പറയുകയാണ്, അതെ, എൻ്റെ കക്ഷിയെ ഇങ്ങോട്ടത്തേക്ക് വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ മേൽക്കോടതിയിലേക്ക് ഒരു അപ്പീൽ കൊടുക്കാൻ പോവുകയാണ്. മനസ്സിലാകാതെ ചിത്ര നിൽക്കുമ്പോൾ അർജുൻ പറയുകയാണ്, അതെ, നമ്മുടെ അമ്മ കോടതിയിലെ. പെട്ടെന്ന് ചിത്ര ചോദിക്കുകയാണ്, അപ്പോൾ പ്രീതിയേട്ടത്തിയെ വിളിച്ചു കൊണ്ടുവരാനോ? ഞാൻ ഊഹിച്ചു വിഷയം പ്രീതിയേട്ടത്തിയുമായി ബന്ധപ്പെട്ട എന്തോ ആണെന്ന്. പ്ലീസ് മോളെ, ഈ കേസിൽ നീ എന്നെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. നിനക്കാണല്ലോ അന്തിമ വിധി പറയുന്ന ജഡ്ജിയിൽ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം. ചിത്ര പറയുകയാണ്, അതൊക്കെ ഞാൻ ഏറ്റു, പക്ഷേ അമ്മ അത്ര പെട്ടെന്നൊന്നും ഇളകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംഗതി നടന്നു കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അർജുൻ പറയുകയാണ്, കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ കുറച്ച് സമയമെടുത്താലും എനിക്ക് പ്രശ്നമില്ല, പക്ഷെ മാസങ്ങളൊന്നും വൈകിപ്പിച്ച് കളയരുത്, അത് പണി പാളുമെന്ന് പതുക്കെ പറയുകയാണ് അർജുൻ. ചിത്ര ചോദിക്കുകയാണ്, 1-2 മാസം താമസിച്ചാൽ എന്തായിട്ടാ, ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ? ഇപ്പോൾ അത്യാവശ്യമായിട്ട് വിളിച്ചുകൊണ്ടുവരാൻ എന്താ പ്രീതിയേട്ടത്തി ഗർഭിണിയൊന്നുമല്ലല്ലോ? അത് കേട്ടെന്ന് ഞെട്ടി എന്ന് പറയുകയാണ് അർജുൻ. അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് അർജുൻ നിന്ന് ചിരിക്കുമ്പോൾ താഴേക്കിറങ്ങി വന്ന വസുമതി ചോദിക്കുകയാണ്, എങ്ങനെയൊന്നുമില്ല എന്ന്? കണ്ടോ അമ്മേ, ഏട്ടൻ വാങ്ങിച്ചുകൊണ്ടുവന്ന ചുരിദാറെന്നും പറഞ്ഞ് ചിത്ര കാണിക്കുമ്പോൾ വസുമതി ചോദിക്കുകയാണ്, ഇതാർക്കാ? എനിക്ക് തന്നെ, അല്ലാതെ പിന്നെ വേറെ ആരാ ഈ വീട്ടിൽ ചുരിദാറിടുന്നത്? അന്നേരം വസുമതി പറയുകയാണ്, ദേ ഇവൻ തന്നെ. ഒന്ന് അമ്പരന്ന് ചിത്ര നോക്കുമ്പോൾ വീണ്ടും വസുമതി പറയുകയാണ്, ഇവനെ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടാൽ സൂപ്പറാണ്, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് കയ്യിൽ കൊണ്ടുവന്ന പർദ്ദ കാണിക്കുകയാണ് വസുമതി. എന്റെ മുൻപിൽ ഫാൻസി ഡ്രസ്സ് കളിക്കാൻ വേണ്ടി ഇവൻ ഇട്ടിരുന്ന പർദ്ദയാണ് ഇത്. ഡ്രസ്സ് വാഷ് ചെയ്യാൻ നോക്കിയപ്പോൾ എന്റെ കയ്യിൽ തന്നെ ഇത് വന്ന് തടഞ്ഞു. ഒന്നും മിണ്ടാനാകാതെ നിൽക്കുകയാണ് അർജുൻ. അന്നേരം അർജുൻ അന്ന് സത്യഭാമയുടെ വീട്ടിൽ നിന്നും പർദ്ദയിട്ട് ഇറങ്ങി വന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ദേഷ്യപ്പെട്ട് വസുമതി ചോദിക്കുകയാണ്, മുംതാസ് ബീഗം അല്ലേടാ വൃത്തികെട്ട ജന്തു? എനിക്കന്നേ സംശയമുണ്ടായിരുന്നു, സത്യഭാമയുടെ പള്ളും പഴിയുമൊക്കെ കേൾക്കാൻ വേണ്ടി നീ തിരഞ്ഞെടുത്ത മാർഗമാണിതെന്ന്. അന്ന് വിഷം കുടിച്ചപ്പോൾ ചത്തില്ലല്ലോ എന്ന ഒരൊറ്റ വിഷമമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്നെ തോൽപ്പിക്കാൻ നീയും നിന്റെ പെണ്ണും കൂടി ഇത്രയും നാടകം കളിച്ച സ്ഥിതിക്ക് ഇനി നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം. അവളെ നീ നടപടി നടത്തി ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമെങ്കിൽ അതി വസുമതിയുടെ ശവത്തിൽ ചവിട്ടിയിട്ടേ നടക്കൂ. എന്റെ 16 അടിയന്തരം കഴിഞ്ഞു മാത്രം എന്ന് ഉറപ്പിച്ചു പറയുകയാണ് വസുമതി. പിന്നീട് കാണിക്കുന്നത് ബാറിലിരുന്ന് മദ്യപിക്കുകയാണ് വിഷ്ണു. കൂടെ സങ്കടപ്പെട്ട് വിഷ്ണുവും ദാസനും ഉണ്ട്, കമലനും കൂടെയുണ്ട്. തുടരെ കുടിക്കുകയാണ് വിഷ്ണു. അതിനുശേഷം വിഷ്ണു പറയുകയാണ്, ഡാ നീ ഒരു കുപ്പി കൂടി ഓർഡർ ചെയ്ത്, ഇതിപ്പോ തീരും. ദാസൻ പറയുകയാണ്, മതി ആശാനെ, ഇനിയിപ്പോ വാള് വെക്കാൻ തുടങ്ങിയാൽ ഇപ്പോഴൊന്നും തീരില്ല, പറഞ്ഞില്ലാന്ന് വേണ്ട. ദേഷ്യപ്പെട്ട് വിഷ്ണു പറയുകയാണ്, ദേ നീ എന്നെ ഉപദേശിക്കാനൊന്നും നിൽക്കണ്ട, ഇന്ന് ആര് പറഞ്ഞാലും വിഷ്ണു കുടിക്കും, തറയിൽ വീഴുന്നത് വരെ വിഷ്ണു കുടിക്കും, എനിക്കിന്നേ കുടിച്ചു മരിക്കണം, അത്രയ്ക്ക് സങ്കട കടലാണ് എൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞ് വീണ്ടും കുടിക്കുകയാണ് വിഷ്ണു. വിഷ്ണു കുടിക്കുന്നെങ്കിലും രാവിലെ ശാരദാമ്മയുടെ വീട്ടിൽ വെച്ച് ശാലിനി തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തോർത്ത് സങ്കടപ്പെടുകയാണ്. സങ്കടപ്പെട്ട് വിഷ്ണു പറയുകയാണ്, എല്ലാം തകർത്ത് കളഞ്ഞല്ലോടാ അവള്. എടാ, അല്ലെങ്കിൽ അവള് കല്യാണം കഴിച്ചോട്ടെ, സഹിക്കാൻ ഞാൻ. പക്ഷെ അവൾ എന്തിനാ ആ മരപ്പട്ടി ബാലചന്ദ്രനെ കെട്ടുന്നത്? അത് ആലോചിക്കുമ്പോഴാണ് എനിക്കെന്റെ സർവാംഗവും തളർന്നു പോകുന്നത്. വിഷ്ണുവിന്റെ ഈ അവസ്ഥയിൽ സങ്കടപ്പെടുകയാണ് ദാസനും കമലനും. മതി ആശാനെന്ന് കമലൻ പറയുമ്പോൾ ദേഷ്യപ്പെട്ട് വിഷ്ണു പറയുകയാണ്, മനസ്സില്ലടാ മതിയാക്കാൻ, ആദ്യം നീയൊക്കെ എന്താ കുടിക്കാത്തതെന്ന് പറയ്. ദാസൻ പറയുകയാണ്, എനിക്ക് വേണ്ട ആശാനെ, ഒരു മൂടില്ല കുടിക്കാൻ. കുടിക്കടാ, നിങ്ങൾ ആവശ്യത്തിന് കുടിച്ചോ, നിങ്ങൾ എത്ര കുടിച്ചാലും അതിനുള്ള കാശ് ഞാൻ തന്നെ കൊടുക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്രാൻഡ് പറഞ്ഞോ, ഇനിയിപ്പോ സ്വർണം അരച്ചു കലക്കിയ മദ്യമാണെങ്കിലും നിങ്ങൾക്ക് ഞാൻ വാങ്ങിത്തരും. ദാസൻ പറയുകയാണ്, ആശാനെ, ഞാനൊക്കെ കുടിക്കുന്നത് ചെറിയ സന്തോഷങ്ങളുടെ ഭാഗമായിട്ടാണ്. സങ്കടങ്ങൾ മദ്യത്തിൽ ഒഴുക്കി കളയാനാണെങ്കിൽ അതിൽ തന്നെ മുങ്ങിച്ചാവുകയേ ഉള്ളൂ. അത്രയ്ക്ക് എണ്ണം കൂടുതലാണെന്ന് പറയുകയാണ് ദാസൻ. കമലൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ തന്നെ ആർക്കാ ആശാനെ സങ്കടങ്ങളില്ലാത്തത്? എല്ലാവരുടെയും ഉള്ളിൽ സങ്കടങ്ങളുണ്ട്, അതെല്ലാം കുടിച്ചിട്ടാണോ ഇല്ലാതാക്കുന്നത്? കൂടുതൽ കുടിച്ചാൽ ചിലപ്പോൾ വെളിവ് കെട്ട് ഉറങ്ങാൻ പറ്റുമായിരിക്കും, എന്നാലും രാവിലെ കെട്ടുവിടുമ്പോൾ പ്രശ്നങ്ങളായിട്ട് തന്നെ മുമ്പിൽ നിൽക്കുമില്ലേ?
പിന്നെന്തിനാ ഇങ്ങനെ കുടിച്ചിട്ട് പ്രയോജനമെന്ന് ചോദിക്കുകയാണ് കമലൻ. ധനനഷ്ടവും മാനഹാനിയും മാത്രം മിച്ചം, അത്ര തന്നെ. വിഷ്ണു പറയുകയാണ്, ദേ എന്റെ അവസ്ഥ മനസ്സിലാക്കാതെ നീയൊന്നും ഇങ്ങനെ നിന്ന് സദാചാര പ്രസംഗം നടത്തല്ലേ. ഇന്നെനിക്ക് കുടിക്കണമെന്ന് തോന്നി ഞാൻ കുടിക്കുന്നു, നാളെ എനിക്ക് തോന്നിയില്ലെങ്കിൽ ഞാൻ കുടിക്കില്ല, അത്രേ ഉള്ളൂ. അത്രയും പറഞ്ഞ് കുപ്പിയോടെ എടുത്ത് കുടിക്കുകയാണ് വിഷ്ണു. കമലൻ ചോദിക്കുകയാണ്, എന്താശാനെ കാണിക്കുന്നത്, വെള്ളം ഒഴിച്ച് കുടിക്ക്, ചങ്കും കരളുമൊക്കെ കത്തിപ്പോവുമെന്ന് പറയുകയാണ് കമലൻ. ഇതൊക്കെ കണ്ട് മനസ്സ് തകർന്ന ദാസൻ പറയുകയാണ്, കഴിഞ്ഞില്ല ആശാനെ, ഇനി എണീക്കെന്ന് പറഞ്ഞ് വിഷ്ണുവിനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ തുടങ്ങുമ്പോൾ രണ്ടുപേരുടെയും കൈ തട്ടിമാറ്റി വിഷ്ണു പറയുകയാണ്, ഇല്ല കഴിഞ്ഞില്ല, ഞാനധികം ഫിറ്റൊന്നും അല്ലടാ. ദാസൻ പറയുകയാണ്, ഈ മണം അടിച്ചിട്ട് ഞാൻ തന്നെ ഫിറ്റായി, പിന്നെയാണോ ആശാൻ ഫിറ്റാകാത്തത്? എടാ പിന്നെ എനിക്ക് ഒരു കുപ്പി കൂടി പറയാം എന്ന് പറയുകയാണ് വിഷ്ണു. ഇത് കേട്ട് കമലൻ പറയുകയാണ്, അത് ഞാൻ പോകുന്ന വഴിക്ക് ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങിത്തരാം ആശാനെ, മിനറൽ ബോട്ടിലല്ലേ. വിഷ്ണു പറയുകയാണ്, ഡാ മോനെ, മനുഷ്യന്റെ മനസ്സ് തകർന്നു നിൽക്കുമ്പോൾ ചങ്ക് പൊള്ളിപ്പിക്കല്ലേ. ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങളുടെ ചങ്കാണ് പൊളിയുന്നതെന്ന് പറയുകയാണ് ദാസൻ. ആശാനെ, ഇവിടുത്തെ ബാർ അടച്ചു, നമുക്ക് പോയിനി അടുത്ത ബാറിൽ നിന്നും വാങ്ങിക്കാം. ഇത് കേട്ട് വിഷ്ണു പറയുകയാണ്, എങ്കിൽ പിന്നെ അത് മതി, വാങ്ങിയാൽ മതി, എന്നെ പറ്റിക്കരുത്. നിങ്ങൾ വാന്നും പറഞ്ഞ് എഴുന്നേൽക്കുകയാണ് അവർ 3 പേരും. പിന്നീട് കാണിക്കുന്നത് ഒരു ഹോട്ടൽ മുറിയിൽ നിന്നും ഇറങ്ങുകയാണ് ബാലചന്ദ്രനും ഒരു പെൺകുട്ടിയും. പെൺകുട്ടിയുടെ തോളിൽ തൂങ്ങി നടക്കുന്ന ബാലചന്ദ്രനോട് അവൾ ചോദിക്കുകയാണ്, ഇതിപ്പോ സ്ഥിരം ഫിറ്റായതാണോ അതോ എന്റെ തോളിൽ തൂങ്ങാൻ വേണ്ടി വെറുതെ കാണിക്കുന്നതാണോ? എന്തായാലും ഇനിയിപ്പോ എല്ലാം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ കപ്പാസിറ്റി നോക്കിയിരുന്നിട്ട് എന്താ കാര്യമെന്ന് പറയുകയാണ് ആ കുട്ടി. മറ്റന്നാള് ബാലന്റെ കല്യാണമല്ലേ, അത് കഴിഞ്ഞാൽ പിന്നെ ഈ പാവങ്ങളെയൊക്കെ ഓർക്കുമോ? ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, കല്യാണം കഴിഞ്ഞാലും എനിക്ക് നിന്നെ മറക്കാൻ പറ്റുമോ? നീയല്ലേ എനിക്കെല്ലാം പഠിപ്പിച്ചു തന്നത്, നീ എന്നെ ഞാൻ ആക്കിയത് തന്നെ. കുട്ടി പറയുകയാണ്, എന്റെ അടുത്ത് വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറയും, പക്ഷെ ബാലന് വേറെയും പെൺപിള്ളേരുമായി ബന്ധമുള്ളതൊക്കെ എനിക്കറിയാം. പിണങ്ങാതടി കൊച്ചുപെണ്ണെ, അതൊക്കെ ഈ ബാലന്റെ ഓരോ ലീലകളല്ലേ എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. പിന്നെ നിനക്കും ഞാനുമായി മാത്രമല്ലല്ലോ ബന്ധം, ഇപ്പോഴെന്തായാലും നീ ഹാപ്പിയല്ലേ, അത് നോക്കിയാൽ മതി എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. റൂമിന്റെ കീ റിസപ്ഷനിൽ കൊടുത്ത ശേഷം ഇറങ്ങുകയാണ് ബാലചന്ദ്രനും ആ കുട്ടിയും. അവൾ പറയുകയാണ്, എനിവേ വിഷ് എ ഹാപ്പി മാരീഡ് ലൈഫ് ബാലൻ. ബാലചന്ദ്രൻ പറയാണ്, അത്ര ഹാപ്പി ആയിട്ടൊന്നും പറയണ്ട, ഈ ശാലിനി അത്ര കാര്യമൊന്നുമല്ല. എനിക്കാണെങ്കിൽ പള്ളിക്കൂടത്തിന്റെ ബെഞ്ച് കാണുന്നത് തന്നെ ഭയമായിരുന്നു. അവളാണെങ്കിലോ കളക്ടർ ആവാനുള്ള സിവിൽ സർവീസിന്റെ പരീക്ഷയൊക്കെ എഴുതി നടക്കുവാണെന്നേ. ആ മോഹത്തെയാണ് ഞാൻ ആദ്യം തല്ലിക്കൊഴിച്ച് കയ്യിൽ കൊടുക്കാൻ പോകുന്നത്. അയ്യോ, മഹാപാപമല്ലേ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് ആ പെൺകുട്ടി. പാപവും പുണ്യവും ഒന്നുമല്ലടി, ഇതേ എന്റെ ചേച്ചിക്ക് വേണ്ടിയാണ് ഞാനീ ചെയ്യുന്നത്. ചേച്ചിയുടെ ആജന്മ ശത്രുവാണ് ഈ ശാരദ. അവരുടെ മക്കളിൽ ഒരാൾ കളക്ടർ ആയി കഴിഞ്ഞാൽ പിന്നെ ഞാനും ഈ ചേച്ചിയുമൊക്കെ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യവുമുണ്ടോ? അതേസമയം ബാറിൽ നിന്ന് ഇറങ്ങുകയാണ് വിഷ്ണുവും ദാസനും കമലനും. പെട്ടെന്ന് കമലൻ ബാലചന്ദ്രനെയും ആ കുട്ടിയെയും കാണുകയാണ്. ഏടാ ആ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ കാണിക്കുകയാണ് ദാസൻ. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.